അഞ്ജലി, നിലവിലൊരു സംഘർഷാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. വിശദാംശങ്ങൾ. ഇവിടെ പെൺകുട്ടികൾ താമസിച്ച കോളേജിന്റെ ഭാഗത്തേക്കുള്ള ഗേറ്റ് നേരത്തെ പോലീസ് എത്തി അടച്ചിട്ടിരിക്കുകയായിരുന്നു. അതായത് കൂടുതൽ രക്ഷിതാക്കളെയും സമീപത്തുള്ള ആളുകളും തടിച്ചുകൂടിയതിനെ തുടർന്നായിരുന്നു ഈ ഗേറ്റ് അടച്ചിട്ടൊരു സ്ഥിതി ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ടാണ് ആളുകളെല്ലാം ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതായത് കുട്ടികൾ എല്ലാവരും പരിഭ്രാന്തരായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ വരുമ്പോൾ കാണാൻ കഴിയുന്നത്. അതായത് ആർക്കൊക്കെയാണ്, എത്ര കുട്ടികൾ ഇപ്പോഴും ആശുപത്രിയിലുണ്ട്, ഇവിടെ തുടരുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ലഭിക്കുന്നില്ല. ഇതിൻ്റെ ആശങ്ക തന്നെയാണ് രക്ഷിതാക്കളും പങ്കുവെക്കുന്നത്. അതായത് കുട്ടികൾ എത്ര പേർ ഇപ്പോഴും ഈ കോളേജിൽ തുടരുന്നുണ്ട്, ആർക്കൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ ഉള്ളത്, എത്ര പേര് വിവിധ ആശുപത്രികളിൽ ഉണ്ടെന്നാണ് അറിയുന്നത്. പക്ഷേ നിലവിൽ എത്ര പേരാണുള്ളത് തുടങ്ങിയ വിവരങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. ഇതിനെ തുടർന്ന് നിരവധി ആളുകളാണ് ഇവിടെ തടിച്ചുകൂടിയത്. തുടർന്ന് ഇവർ ഗേറ്റ് തള്ളി തുറക്കുകയായിരുന്നു. പോലീസ് സന്നാഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് അതായത് ഇവർ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ കൂടുതലൊന്നും നമ്മുടെ മോത്തിനടിക്കും എവിടെ വേണേലും അടിക്കും. കുറെ വെള്ളം കലക്കി തരും. പെൺകുട്ടികളുള്ള ഭാഗത്തേക്കാണ്. ഇവിടെ ഇപ്പോഴും മുകളിൽ പെൺകുട്ടികളുണ്ട്. ഇവരെ എല്ലാവരെയും ഇവിടെ തന്നെയാണ് താമസിപ്പിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തുടർന്നാണ് രക്ഷിതാക്കളും കൂടാതെ സമീപത്തുള്ള ആളുകളെല്ലാം ഇവിടേക്ക് എത്തിയത്. കാരണം ഇപ്പോഴും ഇവിടെ നിന്നും പെൺകുട്ടികൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളെ ഉണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ്. ആംബുലൻസുകൾ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുന്ന സ്ഥിതിയാണുള്ളത്. ആംബുലൻസ് എത്തുന്നുണ്ട്. ആംബുലൻസുകൾ വീണ്ടും ആശുപത്രിയിൽ എത്തുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ തന്നെ നിലവിൽ 2 ആംബുലൻസ് ഇവിടെ തൃക്കാക്കര KM കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടേക്ക് വീണ്ടും ആംബുലൻസ് എത്തുന്നതോടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ വിദ്യാർത്ഥികൾക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ടെന്നാണ്. പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റൽ, അതായത് കോളേജിന്റെ പരിസരത്താണ് ഈ ആംബുലൻസ് എത്തിയിട്ടുള്ളത്. 2 ആംബുലൻസ് ആണ് നിലവിലുള്ളത്. കൂടുതൽ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനെ തുടർന്നാണ് ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ ഇപ്പോൾ പെൺകുട്ടികൾ താമസിക്കുന്ന കോളേജിന്റെ കോമ്പൗണ്ടിലാണ് ഈ ആംബുലൻസ് എത്തിയിട്ടുള്ളത്. കൂടുതൽ വിദ്യാർത്ഥികൾക്ക്, അതായത് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഉച്ച മുതൽ ഇവർക്ക് ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും തിരിച്ച് ഡ്രിപ്പിട്ട് തിരിച്ച് ഈ ഒരു കോളേജിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. ഇപ്പോൾ നമ്മൾ അതായത് 70ഓളം കുട്ടികളെ നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ നമുക്ക് ലഭിച്ച വിവരം. പക്ഷേ പിന്നീട് ഈ കോളേജിൻ്റെ അധികാരികളൊന്നും തന്നെ വ്യക്തമായൊരു കണക്ക് പുറത്തുവിട്ടില്ല. ഇതിനെ തുടർന്നാണ് ആശങ്കയുളവാക്കി രക്ഷിതാക്കളെല്ലാം ഈ കോളേജ് പരിസരത്ത് തടിച്ചുകൂടുന്നൊരു സ്ഥിതി ഉണ്ടായത്. തുടർന്ന് ഇത് തള്ളി തുറന്നുകൊണ്ട് രക്ഷിതാക്കൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം വലിയ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊരു കാഴ്ചയാണുള്ളത്. കാരണം ഇത്തരം വലിയൊരു ആൾക്കൂട്ടം കാണുന്നു. വീണ്ടും ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തുന്നു. കൂടുതൽ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. ഇവിടെ ഇപ്പോൾ
നിലവിൽ രക്ഷിതാക്കളൊക്കെ എത്തി അവരുടെ കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ദൂരെയുള്ള രക്ഷിതാക്കൾക്കൊന്നും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ കുട്ടികളെല്ലാം ഇവിടെ തുടരുന്നുണ്ടെന്നുള്ള ആശങ്ക തന്നെയാണ് അവർ മറ്റ് രക്ഷിതാക്കളെ വിളിച്ച് അറിയിക്കുന്നത്. നമുക്കറിയാം, അതായത് എറണാകുളത്തുള്ള വിവിധ കോളേജുകളിലെയും 9 മുതൽ ഡിഗ്രി ഫസ്റ്റ് ഇയർ മുതൽ വരെയുള്ള കുട്ടികളാണ് ഈ NCC ക്യാമ്പിൽ പങ്കെടുക്കാൻ എത്തിയത്. 20 മുതൽ 29 വരെയുള്ള 10 ദിവസത്തെ ക്യാമ്പാണ്. ഏകദേശം ഇന്ന് 4ാമത്തെ ദിവസമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ 4ാമത്തെ ദിവസത്തിൽ തന്നെ ഭക്ഷണത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഈ ചിക്കൻ വേവാത്ത സ്ഥിതി ഉണ്ടായിരുന്നെന്നും കൂടാതെ ഉച്ചയ്ക്ക് ഇവർക്ക് നൽകിയത് മോരും വെള്ളമായിരുന്നു. ഇതിൽ നൽകിയ വെള്ളത്തിനും ഈ രുചി വ്യത്യാസമുണ്ടായി എന്നൊക്കെ ഈ വിദ്യാർത്ഥികൾ നമ്മോട് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും വ്യക്തമായൊരു മറുപടി നൽകാൻ ഒഫീഷ്യൽസ് ആരും എത്താത്തതാണ് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നത്. കാരണം ഇവരൊക്കെ എവിടെയാണുള്ളത്, ഒരു ഈ രീതിയിലും ഇവർ ക്യാമറയ്ക്ക് മുന്നിലോ മറ്റ് ഒരു വ്യക്തമായ കാരണം നമുക്ക് നൽകുന്നില്ല. ഒരു രീതിയിലുള്ള പ്രതികരണവും ലഭിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ കൂടുതൽ പോലീസുകാർ എത്തുന്നുണ്ട്. വിദ്യാർത്ഥികളെല്ലാം മുകളിൽ നിന്നും താഴേക്ക് ഓടി വരുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവരോടൊക്കെ, അതായത് കുട്ടികളോടൊക്കെ പല രീതിയിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയരുത് എന്ന് പറയുന്ന രീതിയിൽ വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. കാരണം കുട്ടികൾ വലിയ ആശങ്കയിലാണ്. അവരോട് ചോദിക്കുമ്പോൾ വ്യക്തമായി ഒന്നും പറയുന്നില്ല.